എൻ്റെ പേര് സുനീഷസ്. ഞാൻ ടാപ്പിംഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 20 വർഷം ആയിട്ടുണ്ട്. പിന്നെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിനെ കുറിച്ചുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് വെട്ടാൻ ഇറങ്ങും. നല്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ മഴയൊന്നും ഇല്ലെങ്കിൽ ഒരു 9 മണിയോടുകൂടി വെട്ട് തീരും. പിന്നെ ഒരു 10-10:30 കൂടി പാലെടുക്കാൻ തുടങ്ങും. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേനും കുറയൊഴിച്ച് അതിൻ്റെ പണികൾ തീർക്കും. പിന്നെ ഒരു 4-4:30 ആകുമ്പോൾ ഷീറ്റ് അടിക്കാനായിട്ട് പോരും. അങ്ങനെ പണി കാലാവസ്ഥയൊക്കെ നല്ലതാണെങ്കിൽ അതോടുകൂടി പണി നല്ല ഇതായിട്ട് തീരും. ഞാനും എൻ്റെ വൈഫോട് കൂടിയാണ് ഈ പാലെടുക്കുക. ഞാൻ വെട്ടി വെക്കും, വൈഫ് കൂടി വന്നാണ് പാലെടുക്കുന്നതും ഉറയൊഴിക്കുന്നതും അതിൻ്റെ പണികളൊക്കെ തീർക്കുന്നതും. രാവിലെ അത്യാവശ്യം വീട്ടു ജോലികൾ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തോട്ടത്തിലോട്ട് പോകുന്നു. പാലെടുത്ത് ഉറയൊഴിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് പിന്നീട് ഒരുമിച്ച് ഷീറ്റ് അടിച്ച് അന്നത്തെ പരിപാടി തീർക്കുകയോ ചെയ്യുന്നത്. ഇത് നേരിടുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാപ്പിങ്ങിനകത്ത് വിലയുടെ ഒരു പ്രശ്നമുണ്ട്. വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ശരാശരി ഒരു 200 രൂപയെങ്കിലും വില നിലനിൽക്കണം. അതിൽ താഴോട്ട് പോകുന്ന കഴിഞ്ഞാൽ നമ്മളെല്ലാ രീതിയിലും ബാധിക്കും. അതായത് എല്ലാ സാധനങ്ങൾക്കും ഇപ്പോൾ വില കൂടുതലാണ്. നമ്മൾ വാങ്ങാൻ ചെല്ലുന്ന എല്ലാത്തിനും വില കൂടുതലാണ്. അതനുസരിച്ച് ഒരു 200 രൂപയെങ്കിലും നിൽക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉടമസ്ഥനും കുഴപ്പമില്ല, ടാപ്പ് ചെയ്യുന്ന തൊഴിലാളിക്കും കുഴപ്പമില്ലാണ്ട് അങ്ങനെ അങ്ങ് പോകും. അതല്ലെങ്കിൽ ഒരുപാട് വില കുറവാണെങ്കിൽ അവർ പിന്നെ നമ്മളെ ടാപ്പിങ്ങിന് ചെയ്യാനായിട്ടാണേലും അതിനകത്തേക്ക് ഒത്തിരി താല്പര്യപ്പെടില്ല. കുടുംബച്ചെലവ് ഓടി പോകാൻ ഒരു പാടാണ്. ടാപ്പിങ് തന്നെയായിട്ട് നമ്മുടെ കുടുംബച്ചെലവൊന്നും ഓടി പോകില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മഴയും അതൊക്കെ അനുസരിച്ച് നമ്മൾ വർഷത്തിലൊരു വെട്ടെന്ന് വെച്ചാൽ ഒരു 80-85 വെട്ടെങ്കിലും നമുക്ക് കിട്ടുകയുള്ളൂ. 80-85 വെട്ടെങ്കിലും കിട്ടണം. ഈ വർഷം എന്ന് പറഞ്ഞാൽ അതുപോലെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ടാപ്പിങ്ങിലൂടെ തന്നെ നമുക്ക് കുടുംബച്ചെലവ് ഓടിപ്പോകാൻ പാടാണ്. കാരണം വീട്ടു ചിലവും പിന്നെ പിള്ളേരുടെ പഠിത്തം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നു കഴിയുമ്പം അത് നമുക്ക് ശരിക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ മറ്റെന്തെങ്കിലും സൈഡ് ഞങ്ങൾക്കിപ്പം അത്യാവശ്യം കൃഷി കാര്യങ്ങൾ പിന്നെ കന്നുകാലി വളർത്ത് അങ്ങനെയെല്ലാം ഉള്ളതുകൊണ്ട് നമ്മളതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തി ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ അത്യാവശ്യം ഓടിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നത്. എൻ്റെ പേര് ചകോ. 65 വർഷമായിട്ട് അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ കൃഷി ലാഭകാരെല്ലാം ജില്ലയിലാണ് വരുന്നത്. അന്ന് കാലാവസ്ഥ നല്ല രീതിയിലായിരുന്നു. ഇന്നത്തെ സമയം ഒന്നുമില്ലാത്ത കരുതലാണ്. ഇപ്പോഴാണ് റബ്ബർ ഇലയില്ലാണ്ടായി. വെട്ടുകൂലി കൂടുതൽ, മറ്റ് ജീവിത ചെലവെല്ലാം വർദ്ധിച്ചതുകൊണ്ട് ഒരു തരത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. തടി വയ്ക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് കാശ് ഒന്നിച്ച് കിട്ടും. അത് ഇപ്പം നേട്ടം റബ്ബറിനുള്ള നേട്ടമുള്ളൂ. വെട്ടിയെടുത്ത് കൊണ്ടുവന്നാൽ ഒന്നും കിട്ടാനില്ല. എൻ്റെ പേര് ബിനോ. ഞാൻ പാരമ്പര്യമായിട്ട് ഞങ്ങൾ റബ്ബർ കർഷകരാണ്. എൻ്റെ ചെറുപ്പമല്ല, കാരണന്മാരുടെ കാലം പോലെ റബ്ബറുണ്ട്. പിന്നെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ റബ്ബർ വെട്ടുമ്പോൾ അന്നൊരു വില ഒരു 9 രൂപയൊക്കെ കിലോ വില ഏതാണ്ട് വിലയുണ്ട്. പിന്നെ ഇന്നത്തെ വിലയും അന്നത്തെ വിലയും താരതമ്യം അന്ന് പണിക്കൂലി അതുപോലെ വളം മറ്റ് നമ്മുടെ കുടുംബച്ചെലവുകളെല്ലാം വളരെയധികം കുറവായിരുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ വില കിട്ടിയാൽ അന്ന് വളരെ ലാഭകരമായിരുന്നു. അന്ന് നമ്മൾ എന്നാൽ കിട്ടുന്ന പൈസ കൊണ്ട് സുഖമായിട്ടെല്ലാ പിള്ളേരുടെ കുട്ടികളുടെ പഠിത്തം അതുപോലെ കുടുംബച്ചെലവുകൾ നമ്മുടെ മറ്റ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നെ അതുപോലെ നമ്മുടെ ജീവിതച്ചെലവ് കൂടി. പക്ഷേ റബ്ബർ വില അതനുസരിച്ച് ആനുപാതികമായിട്ട് കൂടിയിട്ടില്ല. ഇപ്പം മെയിൻ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ടാപ്പിങ്ങിന് ആളില്ല. ഇപ്പോൾ വളരെയധികം തോട്ടങ്ങൾ ടാപ്പ് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് വെറുതെ കിടക്കും. ഈ റബ്ബറിന് വിലയില്ലെങ്കിൽ നമുക്ക് ഈ വെട്ടുകാർക്കൊരു ന്യായമായൊരു കൂലി കൊടുക്കാനും പറ്റുന്നില്ല. കാരണം റബ്ബർ വിലയുണ്ടെങ്കിൽ അവർക്കൊരു ആകർഷകമായ രീതിയിലുള്ള കൂലി നമുക്ക് കൊടുക്കാൻ പറ്റും. അതൊരിക്കലും സാധിക്കുന്നില്ല. കാരണം നമുക്ക് കൂലി കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ജീവിക്കാനും അവർക്ക് ഈ കർഷകരെ പോലെ തന്നെ പ്രശ്നം അവർക്കും ഉണ്ട്. കാരണം ഉടമസ്ഥനുണ്ടെങ്കിലേ തൊഴിലാളിക്കും ഉള്ളൂ. അതിപ്പോൾ നിലവിൽ അങ്ങനെ ഇല്ല. ഈ സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ച് കൃഷി ചെയ്താൽ പോലും നമ്മുടെ അതിന് തക്കവണ ഒരു ഇൻകം ഈ റബ്ബർ മേഖലയിൽ നിന്ന് കിട്ടണില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു 350 രൂപയെങ്കിലും 1 കിലോ റബ്ബറിന് കിട്ടിയാൽ മാത്രമാണ് കൃഷി ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നേരത്തെ റബ്ബർ കൃഷിക്ക് ഷീറ്റിന് സബ്സിഡി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷീറ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അതിൻ്റെ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് കാശ് വരുന്നുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു സ്കീമില്ല. പിന്നെ ആവർത്തന കൃഷിക്ക് ഉണ്ടെന്ന് തോന്നണം, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആവർത്തന കൃഷിക്ക് നേരത്തെ കിട്ടുന്നുണ്ട്. പക്ഷെ അതും 7-8 ഒരു 9-10 വർഷമൊക്കെ ആകുമ്പോഴേക്കും ഈ ആവർത്തന കൃഷി ആയതുകൊണ്ട് റബ്ബറിന് ആവശ്യത്തിന് വണ്ണം ആയി വരുന്നുള്ളൂ.
അങ്ങനെ വരുമ്പോൾ എന്നാ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും കാലം നമ്മൾ ഒരു രൂപ പോലും വരുമാനം ഇല്ലാണ്ട് ഈ തോട്ടം പരിപാലിക്കണം. നമ്മുടെ ഇവിടുത്തെ റബ്ബറിൻ്റെ വില ഒരിക്കലും ഒരു സ്ഥിരമായിട്ട് നിൽക്കാറില്ല. അപ്പോൾ അതിനുള്ള ഒരു പ്രധാന കാരണം റബ്ബർ ഇറക്കുമതി ഉണ്ടെന്നുള്ളതാണ്. റബ്ബറിൻ്റെ വില ഏറ്റക്കുറച്ചിലുണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം ടയർ ലോബിയാണ്. അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവർ മാർക്കറ്റ് കൊണ്ടുപോകും. പിന്നെ ഈ വേറൊരു ഇതുള്ളൂ, കോമ്പൗണ്ട് റബ്ബർ എന്ന് പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ തന്നെ കേട്ടിട്ടില്ലായിരിക്കും, അങ്ങനെ ഒരിതുണ്ട്. അത് ചൈനീസ് ഇറക്കുമതിയാണ്. അപ്പോൾ അതിൽ റബ്ബറിൻ്റെ കൂടെ ചില കെമിക്കൽസൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ആ കോമ്പൗണ്ട് റബ്ബറിൻ്റെ വരവും നമ്മുടെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ടാപ്പിങ്ങുകാരിവിടെ വളരെ കുറവാണ്. പുതിയതായിട്ട് ഒരു ജനറേഷനിൽ നിന്ന് ആരും ഈ ടാപ്പിങ്ങുകാരൻ എന്നുള്ള രീതിയിലേക്ക് വരുന്നില്ല. അത് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ പണികൾ മുഴുവൻ നടക്കുന്നത് ഒറീസ എന്നും അല്ലെങ്കിൽ ആസാമിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരല്ലേ, ബംഗാളിൽ നിന്നൊക്കെ വരുന്നവരാണ്. റബ്ബർ ബോർഡ് കർഷകർക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള അത് ചില അഡ്വൈസർമാരുണ്ട്, ഈ ടാപ്പിംഗ് ഡെമോൺസ്ട്രേറ്റർമാരുണ്ട്. അപ്പോൾ അവരൊക്കെ പോയി തോട്ടം നോക്കും. ഇവരുടെ ടാപ്പിങ്ങിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അവർക്ക് അറിവ് പകർന്ന് കൊടുക്കാനും ഒക്കെ ആയിട്ട് ഉണ്ട്. ഇപ്പോഴും ആ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇടക്കാലത്ത് പിന്നെ ഈ സബ്സിഡിയൊക്കെ നിന്ന് പോയതുകൊണ്ട് റബ്ബർ ബോർഡുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വളരെ കുറവായിരുന്നു. ഈ റബ്ബർ കൃഷി വന്നതോടുകൂടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം ന്യായമായ ഒരു ആദായം കിട്ടിത്തുടങ്ങി. അങ്ങനെ വന്നപ്പോഴുകൂടി ആളുകൾക്ക് ഒരു മെച്ചപ്പെട്ട ജീവിതം കിട്ടിയതായിരുന്നു. അത് വീണ്ടും പോയി ഇപ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ നല്ല ജീവിതം കൃഷിക്കാരൻ്റെ അങ്ങ് തീർന്നുകൊണ്ടിരിക്കുക. അതിനൊരു ദയനീയമായൊരു ജീവിതത്തിലേക്കാണ് റബ്ബർ കർഷകർ പോയിക്കൊണ്ടിരിക്കുന്നത്.